പ്രിയപ്പെട്ട കൂട്ടുകാരെ, KFIL-LSS ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ കലകളെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ തെയ്യം, പടയണി, കുമ്മാട്ടി, മാർഗംകളി, മോഹിനിയാട്ടം തുടങ്ങിയ കലാരൂപങ്ങളെക്കുറിച്ചാവാം ചർച്ച. വടക്കൻ കേരളത്തിലെ ആരാധനാ സമ്പ്രദായങ്ങളിലൊന്നായ കലാരൂപമാണ് തെയ്യം. അനുഷ്ഠാന കലാരൂപമായ തെയ്യത്തെ തിറ എന്നും അറിയപ്പെടുന്നു. വടക്കൻ കേരളത്തിൽ കണ്ണൂർ ജില്ലയിലും കോഴിക്കോട്, കാസർഗോഡ്, വയനാട് ജില്ലകളിലും തെയ്യക്കോലങ്ങൾ അവതരിപ്പിക്കുന്നു. നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് തെയ്യങ്ങൾ. വടക്കൻ കേരളത്തിൽ തെയ്യങ്ങളാണെങ്കിൽ തെക്കൻ കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന ഒരു അനുഷ്ഠാന സ്വഭാവമുള്ള കലയാണ് പടയണി. പടയണിയുടെ ആദ്യ ചടങ്ങാണ് കച്ചകെട്ട്. തപ്പ്, കൈമണി, ചെണ്ട എന്നിവ പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണങ്ങളാണ്. കവുങ്ങിൻ പാളകളിൽ ചെറുതും വലുതുമായ അനേകം കോലങ്ങളേന്തി തപ്പ്, ചെണ്ട, കൈമണി തുടങ്ങിയ വാദ്യമേളങ്ങൾക്കിടയിലൂടെ തീച്ചൂട്ടിൻ്റെയും പന്തങ്ങളുടെയും വെളിച്ചത്തിൽ തുള്ളി ഉറയുന്നതാണ് പടയണി. മധ്യ തിരുവിതാംകൂറിലെ കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ പടയണി നടത്തിവരുന്നു. കേരളത്തിൻ്റെ മറ്റൊരു കലാരൂപമായ കൂടിയാട്ടം ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്ത രൂപമാണ് കൂടിയാട്ടം. അഭിനയത്തിൻ്റെ അമ്മ എന്നും ഈ കലാരൂപത്തെ വിശേഷിപ്പിക്കാറുണ്ട്. ഏറ്റവും പ്രാചീനമായ സംസ്കൃത നാടക രൂപങ്ങളിലൊന്നായ കൂടിയാട്ടം അഭിനയകലയ്ക്ക് നൃത്തത്തിനേക്കാൾ പ്രാധാന്യം നൽകുന്നു. അതുകൊണ്ട് തന്നെ ആണ് കൂടിയാട്ടത്തിനെ അഭിനയത്തിൻ്റെ അമ്മ എന്ന് പറയുന്നത്. മാണി മാധവ ചാക്യാർ പ്രശസ്തനായ കൂടിയാട്ടം കലാകാരനാണ്. ചാക്യാർ പുരുഷവേഷവും നങ്ങ്യാർ സ്ത്രീവേഷവും കെട്ടി ആടുന്നു. നാട്യം, നൃത്തം, സംഗീതം എന്നിവയുടെ സമ്മേളനമാണ് കൂടിയാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിലെ അതിപ്രാചീനമായ ഒരു രംഗകലയാണ് ചാക്യാർ കൂത്ത്. കൂത്ത് സാധാരണയായി ചാക്യാർ സമുദായ അംഗങ്ങളാണ് അവതരിപ്പിക്കാറുള്ളത്. ഇത് ഒരു ഏകാംഗ കലയാണ്. മിഴാവാണ് ചാക്യാർ കൂത്തിലെ പ്രധാന വാദ്യ ഉപകരണം. കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട നാടൻ കലാ വിനോദമാണ് കുമ്മാട്ടിക്കളി. തൃശ്ശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിലെ കുമ്മാട്ടിക്കളി അവതരിപ്പിച്ചു വരുന്നു. തൃശ്ശൂർ ദേശക്കാർ ഓണത്തോടനുബന്ധിച്ച് കുമ്മാട്ടിക്കളി അവതരിപ്പിക്കുന്നു. മകരം, കുംഭം മാസങ്ങളിലെ കാർഷികോത്സവത്തിൻ്റെ ഭാഗമായും കുമ്മാട്ടിക്കളി അവതരിപ്പിക്കാറുണ്ട്. ഓണത്തോടനുബന്ധിച്ച് ഒരു നാടൻ വിനോദം എന്ന രീതിയിലും കുമ്മാട്ടിക്കളി അവതരിപ്പിക്കുന്നു. ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള മറ്റൊരു വിനോദ കലയാണ് മാർഗം കളി. മാർ തോമാസ് ലീഹയുടെ ചരിത്രമാണ് മാർഗം കളിപ്പാട്ട്. പരമ്പരാഗത ക്രൈസ്തവ വേഷത്തിൽ പാടി ചുവട് വെച്ച് സ്ത്രീകളും പുരുഷന്മാരും മാർഗം കളി കളിക്കാറുണ്ട്. പുരുഷന്മാരുടെ മാർഗം കളിയിൽ ആയോധന മുറകളും ഉണ്ടാകും. ഇസ്ലാം മതവിശ്വാസികളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് ദഫ്മുട്ട്. ഒരു ഭാഗം മാത്രം കാളത്തോൽ കൊണ്ട് പൊതിഞ്ഞ വാദ്യോപകരണമാണ് ദഫ്. പരമ്പരാഗത വേഷത്തിൽ പുരുഷന്മാർ വട്ടത്തിൽ നിന്ന് ദഫിൻ്റെ അല്ലെങ്കിൽ ദഫ്മുട്ടിൻ്റെ താളത്തിനൊത്ത് ചുവട് വയ്ക്കും. അറബി ബൈത്തുകളോ അറബി മലയാള സാഹിത്യത്തിലെ ഗാനങ്ങളോ പാടിയാണ് ദഫ്മുട്ട് കളിക്കുന്നത്. കേരളത്തിൽ പുരാതന കാലം മുതൽ നിലനിന്നു പോരുന്ന തനത് ലാസ്യ നൃത്തരൂപമാണ് മോഹിനിയാട്ടം. നവരസങ്ങളിലെ ശൃംഗാരഭാവമാണ് മോഹിനിയാട്ടത്തിൽ കൂടുതലായും കാണപ്പെടുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് കലകളെക്കുറിച്ച് വിവരിക്കുന്നതാണ്. കലകളെക്കുറിച്ചുള്ള ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ നമുക്ക്
LSS പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഈ എപ്പിസോഡും തൊട്ടുമുന്നുള്ള എപ്പിസോഡുകളും കലകളെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.